2 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഊട്ടോളി മഹാദേവൻ എന്ന ആനയെ തളച്ചത്. ഇടഞ്ഞ ആന നിരവധി വാഹനങ്ങൾ തകർത്തിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, എന്തായാലും ഏറെ ആശ്വാസകരമാണ് ആനയെ തളച്ചു എന്നുള്ള വാർത്ത. നേരത്തെ സഹിൻ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഏറെ ശ്രമകരമാണ് ആനയെ തളയ്ക്കുക എന്നുള്ളത്. രാത്രിയായി, അതുപോലെ തന്നെ സമീപത്ത് ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമൊക്കെയാണ്. ആനയെ തളച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. ആന എത്രമാത്രം നാശനഷ്ടമാണ് അവിടെ ഉണ്ടാക്കിയത്? ഇപ്പോഴെങ്ങനെയാണ് തളച്ചിരിക്കുന്നത്? സ്വാതി അല്പനേരം മുൻപാണ് ആനയെ തളച്ചത്. സ്വാതി പറഞ്ഞതുപോലെ തന്നെ 2 മണിക്കൂറിലെ അധികം നേരം ഈ ആന ഇടഞ്ഞു തന്നെ നിന്നിരുന്നു. അതും നമ്മളിപ്പോഴുള്ള വരിക്കശ്ശേരി അമ്പലം എന്ന് പറയുന്ന ഇടത്താണ്. അത് ജ്ഞാനോദയം സഭയോട് ചേർന്നുള്ള സ്ഥലമാണ്. അവിടെ ഉണ്ടായിരുന്ന കുളത്തിലായിരുന്നു ആനയെ കുളിപ്പിക്കുന്നതിനായി കൊണ്ടുവന്നിരുന്നത്. നേരത്തെ തന്നെ ഈ ഭാഗം ഈ കാണുന്നത് പോലെ ഈ ഭാഗമെല്ലാം ആന പൂർണ്ണമായും തകർത്തിട്ടിരിക്കുകയാണ്. ഇവിടെ ഈ വാഹനം 2 or 3 വാഹനങ്ങൾ ആന പൂർണ്ണമായും തകർത്ത് കളഞ്ഞു. മാത്രമല്ല, ഇപ്പോൾ അല്പനേരം മുൻപ് ആനയെ തളക്കുകയാണ് ചെയ്തത്. ഏതാനും ചില പാപ്പാന്മാരും ഒപ്പം തന്നെ മറ്റ് ആന എലിഫന്റ് സ്ക്വാഡിലെ ആളുകളും എല്ലാവരും ചേർന്നാണ് ഈ ആനയെ പൂർണ്ണമായും തളക്കാൻ കഴിഞ്ഞത്. മണിക്കൂറുകളോളം ആന ഇടഞ്ഞു തന്നെ നിന്നിരുന്നു. പ്രത്യേകിച്ചും ഇതൊരു ജനവാസ മേഖലയാണ്. ഇപ്പോൾ അമ്പല പറമ്പിലായതുകൊണ്ട് മാത്രമാണ് വലിയ അപകടങ്ങളിലേക്കൊന്നും കാര്യം പോകാതിരുന്നത്. പകരം ഈ കാണുന്ന അമ്പലപ്പറമ്പിന് പുറത്തേക്കായിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ, അത് റോഡിൻ്റെ വശമാണ് തൊട്ട് മുന്നിലേക്ക് കാണുന്നത്. അതിനോട് ചേർന്ന് നിരവധി വീടുകളുണ്ട്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടം കൂടിയാണ്. അവിടേക്കായിരുന്നു ആന പോയിരുന്നെങ്കിൽ അത് വലിയ അപകടമാകുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ആനയെ അമ്പല പരിസരത്ത് തന്നെ തളച്ചിടുവാൻ, അല്ലെങ്കിൽ ഇടഞ്ഞു നിൽക്കുമ്പോൾ അവിടെ തന്നെ നിർത്തുവാൻ ഈ പാപ്പാന്മാർക്കും ഒപ്പം തന്നെ പോലീസിനും എലിഫന്റ് സ്ക്വാഡിനും എല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം. മറ്റൊന്ന്, ആളുകൾ തിങ്ങി നിൽക്കുകയായിരുന്നു ഈ ഭാഗത്തൊക്കെ. ഇപ്പോൾ ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും പോലീസ് ഇടപെട്ടാണ് ആളുകളെ ഇവിടെ നിന്നൊക്കെ മാറ്റിയത്. ആളുകൾ പോയിട്ടുണ്ടെങ്കിലും നേരത്തെ ഈ ഭാഗത്തൊക്കെ ആളുകൾ തിങ്ങി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് വലിയ രീതിയിൽ ഈ ആനയെ തളക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ആ ആളുകൾ ഇങ്ങനെ തിങ്ങി നിന്നൊക്കെ വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എന്തായാലും ആനയെ തളക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ ഉള്ളത്. ഊട്ടോളി മഹാദേവൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിനായി കൊണ്ടുവന്നതാണ്. ഇന്ന് അവസാന ദിവസമാണ് ഉത്സവത്തിൻ്റെ. ആ അവസാന ദിവസം വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ആനയെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ആ സമയത്ത് ആന ഇടയുകയായിരുന്നു. 2ാം പാപ്പനെ കുത്തുവാനുള്ള ഒരു ശ്രമം ആന നടത്തി. ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. തുടർന്ന് ആന ഇവിടെയെല്ലാം ഓടി നടക്കുകയും ഈ 3-4 വാഹനങ്ങൾ തകർക്കുകയും അതിൽ ചവിട്ടി പൊളിക്കുകയും എല്ലാം ചെയ്തു. എന്നാൽ ഈ പാപ്പാന്മാരുടെയും എലിഫന്റ് സ്ക്വാഡിൻ്റെയും എല്ലാം ഇടപെടൽ കൊണ്ട് ആനയെ 2 മണിക്കൂറുകൾക്ക് ശേഷം തളക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം.